ഇവിടെ ഇവളുടെ കയ്യിൽ നിന്ന് ഒരു ബോട്ടിലിന്റെ അടപ്പ് തറയിൽ വീഴുന്നു. അത് ഉരുണ്ടു ചെന്ന് ഒരു ടൈലിൽ തട്ടിയതും ആ ടൈൽ ഇളകുന്നു. അവൾക്ക് അതിശയം തോന്നുന്നു. അവൾ ഉടനെ തന്നെ ആ ടൈൽ ഇളക്കി മാറ്റുന്നു. അതിനകത്ത് ഒരു മിസ്റ്റീരിയസ് ആയ ബോക്സ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അതിനകത്ത് എന്താണെന്ന് അറിയാൻ ആഗ്രഹം തോന്നുന്നു. നോക്കുമ്പോൾ അത് ആരുടെയോ ട്രഷർ ചെസ്റ്റ് ആണ്. രാത്രി ഉറങ്ങാൻ കിടന്നവൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അത് അയാൾക്ക് തിരികെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അവൾ വീട്ടുടമസ്ഥയോട് അയാളുടെ പേര് ചോദിച്ച് മനസ്സിലാക്കുന്നു. അവൾ തന്റെ അഡ്രസ് ബുക്കിൽ നിന്ന് ആ പേരുള്ള അഡ്രസ് എല്ലാം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എല്ലാ അഡ്രസ്സിലും പോയി നോക്കുന്നു. അവൾക്ക് എല്ലാ സ്ഥലത്തും ചെറുപ്പക്കാരെയോ സ്ത്രീകളെയോ ആണ് കാണാൻ സാധിച്ചത്. ഒരു ദിവസം അവൾ ഒരു വയസ്സായ ആളെ കാണുന്നു. അയാൾ അവൾക്ക് കറക്റ്റായ അഡ്രസ് കൊടുക്കുന്നു. അവസാനം അവൾ ആ ബോക്സിന്റെ ഓണറിനെ കാത്തു നിൽക്കുന്നു. അയാൾ ഒരു ഫോൺ ബൂത്തിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ഫോൺ റിംഗ് ചെയ്യുന്നു. അയാൾ ആകാംക്ഷ കാരണം ആ ഫോൺ എടുക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അയാൾ ഫോൺ തിരികെ വെക്കുമ്പോഴാണ് അവിടെ ഇരുന്ന ബോക്സ് കാണുന്നത്. അയാൾ അത് ഉടനെ തന്നെ തുറന്നു നോക്കുന്നു. അതിലെ ചിത്രങ്ങൾ അയാളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചൊരു സങ്കടത്തോടെയും സന്തോഷത്തോടെയും അയാൾ അടുത്തുള്ള ഒരു ബാറിലേക്ക് പോകുന്നു. പക്ഷെ അവൾ അയാളുടെ അടുത്തിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നില്ല. അയാൾ ബാറിലെ വെയിറ്ററിനോട് ഇന്ന് തന്റെ ലക്കി ഡേ ആണെന്ന് പറയുന്നു. അത് കേട്ടവൾ വളരെ സന്തോഷത്തോടെയും തൃപ്തിയോടെയും അവിടെ നിന്ന് പോകുന്നു.